Hi dear friends. Okay, next sample programs ആണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പിൾ പ്രോഗ്രാംസ് സിയിലും C++ലും 2 ഇൻറ്റിജേഴ്സിൻ്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. Hi friends, here display two programs in C and C++. Same program to find out two integer numbers. The sum of two integer numbers. To find out the sum of two integer numbers. In C, simple two functions cout, in C++. Printf, scanf functions in C. Here look at the difference between C and C++. ഹെഡർ ഫയൽസ് ഡിഫറൻസ് ആണ്. ഹാഷ് ഇൻക്ലൂഡ് IOStream നമുക്ക് C++നും ഹാഷ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്.h C എന്ന ലാംഗ്വേജിനകത്തും ഇൻറ്റിജർ മെയിൻ എന്ന മെയിൻ ഹെഡിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കർലി ബ്രാക്കറ്റ് സ്റ്റാർട്ടിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സെയിം ആണ്. ഇൻറ്റിജറായിട്ട് രണ്ട് വേരിയബിൾ നമ്പർ 1 നമ്പർ 2 എന്ന് രണ്ട് വേരിയബിൾസ് അത് അസൈൻ ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സം എന്ന വേരിയബിളും. അപ്പോൾ രണ്ട് വേരിയബിൾ നെയിം ഉണ്ട്. വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്യേണ്ടത് printf enter ടു ഇൻറ്റിജർ നമ്പേഴ്സ്. ആ ലൈൻ /n കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ കോമ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യേണ്ടത് സെമി കോളനിൽ. അപ്പം നമ്മൾ അതിനകത്ത് സെമി കോളനി എൻഡ് ചെയ്തു. സ്കാനപ്പ് ആ പെർസെൻറ്റേജ് ഡി സിമ്പിൾസ് കണ്ടോ, ഇൻപുട്ട് വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് അവിടെ നമ്മളൊരു ഓപ്പറേറ്റർ കൊണ്ട് ആൻഡ് സിമ്പിൾ എന്ന ഓപ്പറേറ്റർ ഓരോ വേരിയബിളിൻ്റെയും ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1 നമ്പർ 2 രണ്ട് ഇൻറ്റിജർ വാല്യൂ നമ്പർ 1ലും നമ്പർ 2ലും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അത് അതിലേക്ക് അസൈൻ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അതിൻ്റെ ഫൈൻഡ് ഔട്ട് ദ സം ഈസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യുന്നു. സം ഓഫ് 2 ഇൻറ്റിജേഴ്സ്, അത് നമ്മളെ കമൻട്രി ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻറ്റിജർ വാല്യൂ സം പ്രിന്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പെർസെൻറ്റേജ് ഡി കൊടുത്ത് നമ്മൾ സം കൊടുത്തിരിക്കുന്നു. ആ വാല്യൂ അത് റിട്ടേൺ ചെയ്ത് ബ്രാക്കറ്റ് പ്രോഗ്രാം ക്ലോസ് ചെയ്യാനുള്ള കർലി ബ്രാക്കറ്റ് നമ്മളിവിടെ കൊടുത്തു ഉണ്ടല്ലോ. ഇതാണ് സീല പ്രോഗ്രാം. C++ലേക്ക് വരുമ്പോൾ അതിനെ IOStream എന്ന ഹെഡർ ഫയലിൽ മെയിൻ ഹെഡിനകത്ത് കർലി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്ത് ഇൻറ്റിജർ വേരിയബിൾ 2 നമ്മൾ അസൈൻ ചെയ്തു. മൂന്നാമത്തെ സം ഫൈൻഡ് സെയിം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻറ്റിജർ ഫംഗ്ഷൻ നോക്കിയേ, പ്രിൻ്റ് ഔട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേ ഫംഗ്ഷനാണ്. നമ്മൾ cout എൻ്റർ ടു ഇൻറ്റിജർ നമ്പേഴ്സ് /n നമ്മൾ നേരത്തെ പഠിച്ചു ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ. ഇവിടെ ഓപ്പറേറ്റർ മാറി. സിമ്പിൾസ് കണ്ടോ, സിന്നും coutന് ലെസ് ദാൻ സിമ്പിൾസ് 2 സിന് 2 ഓപ്പറേറ്റർ കണ്ടോ കൊടുത്തേക്കുന്ന. അപ്പോൾ 2 ഓപ്പറേറ്റേഴ്സ് വീതം അവിടെ ഉപയോഗിക്കുക. സിൻ നമ്പർ 1 സി നമ്പർ 2 ആ സിൻ അക്സെപ്റ്റ് ചെയ്തു. അത് വാല്യൂസ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ സിൻ കൊടുത്തു. സം ഈസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2. സമ്മിലേക്ക് നമ്പർ 1 നമ്പർ 2 പ്ലസ് ഓപ്പറേഷൻ അഡീഷൻ ചെയ്ത് അതിലേക്ക് അസൈൻ ചെയ്തു. ഇനി cout ചെയ്യേണ്ടത് എന്താണ്, പ്രിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, സം ഓഫ് 2 ഇൻറ്റിജേഴ്സ്. സം അവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നുണ്ടോ, പാരാമീറ്റേഴ്സ് കണ്ടോ നിങ്ങൾ. സിമ്പിൾസിനകത്താണ് ഞാൻ എന്താണ് സം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ C++നകത്ത് എഴുതേണ്ടത്. അപ്പം ഇവിടെ C++നും സിക്കകത്തും 2 ഫംഗ്ഷൻ മാത്രമാണ് printf പ്രിൻ്റ് ഔട്ടും ഇൻപുട്ടിനും ഉള്ളത്. അത് വെച്ച് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ മെയിൻ ഹെഡർ ഫയൽസ് ഇതിൻ്റെ എല്ലാം വ്യത്യാസം മനസ്സിലാക്കത്തക്കോണം ഒരു സിമ്പിൾ പ്രോഗ്രാം ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോഴും തിയറി മാത്രമായ ബോറടിക്കും. നമുക്ക് ഓപ്പറേറ്റേഴ്സ് കുറേ അധികമുണ്ട്. എല്ലാ ഓപ്പറേറ്റേഴ്സും പഠിക്കണം. പാർട്ടായിട്ട് ഇവിടെ നമുക്ക് പഠിച്ചു. അവിടെ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ നമ്മൾ പ്ലസും അസൈൻ ഓപ്പറേറ്റർ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാക്കിയൊന്നുമില്ല. വാല്യൂ നള്ളാക്കാൻ റിട്ടേൺ സേവ് കൊടുത്തു കണ്ടില്ല. ഓക്കെ ബൈ, താങ്ക് യു. പ്രോഗ്രാം നോക്കി മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻട്രി ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്. ഓക്കെ ബൈ.